അടൂർ ഗോപാലകൃഷ്ണ, ഇത്ര തറയാകരുത്. ജാതിവെറി ഇത്രയ്ക്ക് പാടില്ല. ജാതിവെറിയുടെ അങ്ങേയറ്റമായിരിക്കുന്നു നിങ്ങൾ. എന്തായാലും സിനിമാ കോൺക്ലേവ് സമാപന ചടങ്ങിലെ വിവാദ പരാമർശത്തിൽ അടൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തകൻ ദിനു വെയിൽ. സാമൂഹ്യ പ്രവർത്തകൻ ദിനു വെയിൽ പോലീസിൽ പരാതി നൽകിയത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അപമാനിച്ചു എന്ന പേരിലാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. അടൂരിൻ്റെ പരാമർശങ്ങൾ SC/ST ആക്ട് പ്രകാരം കുറ്റകരമാണെന്നാണ് പരാതിയിൽ പറയുന്നത്. SC/ST കമ്മീഷനും ദിനു വെയിൽ പരാതി നൽകിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം ചെറുതല്ല. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂരിൻ്റെ വിവാദ പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും 1.5 കോടി നൽകിയത് കൂടുതലാണെന്നും അടൂർ പറഞ്ഞു. സ്ത്രീകൾ ആയതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്ന വിവാദ പരാമർശവും അടൂർ നടത്തി. അടൂരിൻ്റെ പ്രസംഗത്തിനിടെ വേദിയിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. അടൂരിനെ പിന്തുണച്ചും എതിർത്തും നിരവധി പേരാണ് രംഗത്ത് എത്തിയത്. അടൂരിനെ പിന്തുണയ്ക്കുന്നവർ കുറവാണ്, എതിർക്കുന്നവർ ചിന്തിക്കുന്നവരാണ്. അടൂർ ഗോപാലകൃഷ്ണന് ഇത് പറയാൻ ആര് അധികാരം നൽകി? അടൂരിനെ ഇനി ഇങ്ങനെയുള്ള വേദികളിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. ഒരാൾക്ക് ഇത്രയ്ക്ക് ജാതിവെറി പാടുണ്ടോ? അടൂർ ഗോപാലകൃഷ്ണൻ സവർണനായിരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ വിശ്വപ്രസിദ്ധ സംവിധായകനായിരിക്കാം. അടൂർ ഗോപാലകൃഷ്ണന് ഉന്നതങ്ങളിൽ സ്വാധീനമുണ്ടായിരിക്കാം. അടൂർ ഗോപാലകൃഷ്ണനെ ആരാധിക്കുന്നവർ ഒരുപാട് ഉണ്ടായേക്കാം. പക്ഷേ പട്ടികജാതി പട്ടികവർഗത്തെ അധിക്ഷേപിക്കാൻ അടൂരിന് ആരും അവകാശം നൽകിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് എത്രയോ സിനിമാക്കാർ വന്നിരിക്കുന്നു. അവരെല്ലാം കഴിവ് കെട്ടവരാണോ? അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. പൊളിറ്റിക്സ് കേരള എപ്പോഴും ഇങ്ങനെയാണ്. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. എന്തായാലും കേസിൻ്റെ സ്വഭാവമനുസരിച്ച് അടൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനാണ് സാധ്യത. SC/ST ആക്ട് പ്രകാരം കുറ്റകരമായ ഒരു സംഭാഷണമാണ് അടൂർ നടത്തിയത്. സമൂഹത്തെ 2 തട്ടിൽ ആക്കുന്ന സംഭാഷണമാണ് അടൂർ നടത്തിയത്. SC/ST കമ്മീഷനും ദിനു വെയിൽ പരാതി നൽകിയിട്ടുണ്ട്. ദിനു വെയിലിന് പിന്നാലെ പലരും അടൂരിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. പട്ടികജാതി പട്ടികവർഗത്തെ ആകമാനം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അടൂർ സംസാരിച്ചത്. അടൂരിൻ്റെ സിനിമകളിൽ അധകൃതരുടെ വേദനകൾ ഉണ്ട്. പക്ഷേ അതൊക്കെ അടൂരിൻ്റെ പൊയ്മുഖമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കൊടിയേറ്റം തുടങ്ങിയ വിശ്രുത സിനിമകൾ ഒരുക്കിയ, സ്വയംവരം അടക്കമുള്ള നവതരംഗ സിനിമകൾ ഒരുക്കിയ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും ഇത്തരമൊരു സംഭാഷണം, ഇത്തരമൊരു പ്രവൃത്തി കേരളം പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുവേ അടൂരിന് തലക്കനം കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാം. അടൂർ ഒരു സമൂഹത്തിലെ പ്രത്യേക വിഭാഗവുമായി മാത്രമേ അടുക്കാറുള്ളൂ. ആ വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമേ അടൂർ പ്രവർത്തിക്കാറുള്ളൂ. സാധാരണക്കാരനോട് മിണ്ടാൻ അടൂരിന് താല്പര്യമില്ല. അടൂർ വലിയ ഒരു ബിംബമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു അദ്ദേഹം തന്നെ. പക്ഷേ ചിന്തിക്കുന്ന കേരളീയർക്ക് നിങ്ങൾ വലിയ ബിംബമൊന്നുമല്ല. നിങ്ങളെക്കാൾ എത്രയോ നല്ല സംവിധായകനാണ് KP കുമാരൻ. പക്ഷേ അദ്ദേഹം നിങ്ങളെപ്പോലെ മാർക്കറ്റ് ചെയ്യാറില്ല. നിങ്ങളെക്കാൾ എത്രയോ വലിയ സംവിധായകനാണ് ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരനാണ്. എന്നുവെച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഏഴകലത്ത് വരാനുള്ള യോഗ്യത അടൂരിൻ്റെ സിനിമയ്ക്കുണ്ടോ? നിങ്ങൾ
നിങ്ങളുടെ സിനിമ നന്നായി മാർക്കറ്റ് ചെയ്തു, അതിനനുസരിച്ചുള്ള പ്രശസ്തിയും നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ഒരു വർഗത്തെ, ഒരു ജാതിയെ അപമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അടൂരെ. എന്തായാലും പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനിയും പരാതികൾ ഒരുപാട് വരാനിരിക്കുന്നു. വയസ്സാങ്കാലത്ത് അടൂരിന് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാം. പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയാകും അടൂരിൻ്റെ വിധി.